കരുവന്നൂർ ബാങ്കിൽ ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ട് ഇല്ല എന്ന ഇഡിക്ക് ബോധ്യപ്പെട്ടതായി കെ രാധാകൃഷ്ണൻ എം പി. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകി. പാർട്ടി തീരുമാനങ്ങൾ ഇഡിയോട് വിശദീകരിച്ചെന്നും 1 മണിക്കൂർ മാത്രമാണ് തന്നെ ചോദ്യം ചെയ്തതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് നമ്മുടെ കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? ഞാൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, എൻ്റെ കാലത്ത് 17-ലാണ് അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അക്കൗണ്ടും എൻ്റെ കാലത്ത് തുടങ്ങിയിട്ടില്ല. അതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിക്കണം. അവർ വീണ്ടും അത് ആ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് പരിശോധിക്കാമല്ലോ. അത് പരിശോധിച്ച് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷമാണ് സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഒപ്പിടുള്ളൂ എന്ന് പറഞ്ഞ നിലപാട് സ്വീകരിച്ചു. അവസാനം അവർ അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് DC-യുടെ പേരിൽ കരുവന്നൂർ ബാങ്കിൽ യാതൊരു അക്കൗണ്ടും ഇല്ല എന്ന് ED ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബോധ്യം വന്നത് അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് വേറെ അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ DC-ക്ക് യാതൊരു പങ്കുമില്ല. ആ സമയത്ത് സെക്രട്ടറി ആയിരുന്നു, എനിക്കൊരു പങ്കുമില്ല എന്നുള്ളത് സ്ഥാപിച്ചെടുക്കും. കെ രാധാകൃഷ്ണൻ ഇഡിക്ക് നൽകിയ മൊഴിയിലെ വിവരങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. ഡയറക്ടർ ബോർഡിനപ്പുറം പാർട്ടി സംവിധാനങ്ങളെക്കുറിച്ച് അറിയില്ല എന്നാണ് കെ രാധാകൃഷ്ണന്റെ മൊഴി. കേസിലെ അന്തിമ കുറ്റപത്രം ഈ മാസം തന്നെ കോടതിയിൽ സമർപ്പിക്കും. ജേസൺ ചാമോളപ്പിൽ കെ രാധാകൃഷ്ണന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളുമായി SS ശരൺ മൊഴിയുടെ വിശദാംശങ്ങളുമായി. ആദ്യം ജേസണിലേക്ക്. ജേസൺ, 1 മണിക്കൂറാണ് തന്നെ ഈ ചോദ്യം ചെയ്തത് കേന്ദ്ര ഏജൻസി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ പറയുന്നത്. ഇനി ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുകൂടിയാണോ? ഈ മൊഴിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ അവസാനിച്ചു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കെ രാധാകൃഷ്ണനെ ഇന്നലെ 8 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തന്നെ എല്ലാം കൂടി, അതായത് മൊഴിയെടുക്കലും അതിനുശേഷം എഴുതലും വായിച്ചു കേൾപ്പിക്കലും ഉൾപ്പെടെ എല്ലാം കൂടി 1 മണിക്കൂറോളം മാത്രമാണ് തന്നെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നോട് ചോദിച്ചത് ജില്ലാ കമ്മിറ്റിക്ക് കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. അക്കാര്യത്തിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കി അത്തരമൊരു അക്കൗണ്ട് ഇല്ല എന്ന്. പക്ഷേ ചില അക്കൗണ്ട് നമ്പറുകൾ ചൂണ്ടിക്കാണിച്ച് വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ രാധാകൃഷ്ണൻ ഇത് സംബന്ധിച്ച പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രം മുന്നോട്ട് ചോദ്യം ചെയ്യൽ പോയാൽ മതി എന്ന നിലപാട് എടുത്തു. അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഈ പരിശോധന പൂർത്തിയാക്കി അത്തരമൊരു ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട് കരുവന്നൂർ ബാങ്കിൽ ഒരു അക്കൗണ്ടുമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഈ അക്കൗണ്ടും അതുപോലെ തന്നെ സ്ഥലം വാങ്ങിക്കും ഭൂമി ഇടപാട് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇക്കാര്യത്തിൽ തനിക്ക് ബോധ്യപ്പെട്ടതും താൻ അറിയാവുന്ന കാര്യങ്ങളും എല്ലാം വ്യക്തമാക്കിയെന്ന് രാധാകൃഷ്ണൻ പറയുന്നു. ഇതോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇനി വിളിക്കാൻ സാധ്യതയില്ല, വിളിച്ചാൽ വീണ്ടും വരാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ പറയുന്നത്. സ്മൃതി, ശരൺ, ഈ മൊഴിയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റിക്ക് ഒരു അക്കൗണ്ട് ഇല്ല എന്നുള്ള കാര്യം തൻ്റെ കാലത്തെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. എന്താണ് ഇപ്പോൾ പുറത്തേക്ക് പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ നമുക്ക് അറിയാനാകുന്നുണ്ടോ? സ്മൃതി, പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കണ്ടെത്തലെന്ന് പറയുന്നത് നേരത്തെ ഈ കരുവന്നൂർ ബാങ്കിൽ, അതായത് കെ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന കാലയളവിൽ കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ തുറക്കുന്നു. അങ്ങനെ രഹസ്യ അക്കൗണ്ടുകൾ തുറന്നുകൊണ്ട് തന്നെ തട്ടിയെടുത്ത പണത്തിന്റെ കമ്മീഷൻ അവിടേക്ക് എത്തിക്കുകയാണ് ചെയ്തിരുന്നതെന്നുള്ളതാണ്. ഇതിൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കെ രാധാകൃഷ്ണൻ ഇന്നലെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നത്. ED ഉദ്യോഗസ്ഥർ പറയുന്നത് അദ്ദേഹത്തെ 6 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ED-യോട് രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഈ പാർട്ടി സംവിധാനങ്ങൾ, അതായത് കരുവന്നൂർ ബാങ്കിൽ ഒരു ഡയറക്ടർ ബോർഡുണ്ട്, ആ ഡയറക്ടർ ബോർഡിനപ്പുറമുള്ള പാർട്ടി സംവിധാനങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നുള്ളതാണ്. ഈ ബിനാമി വായ്പകൾ അനുവദിക്കാനായി പാർട്ടിയുടെ പാർലമെന്ററി കമ്മിറ്റിയും സബ് കമ്മിറ്റിയും ഉണ്ടായിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള ED-യുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഈ കേസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയായി മാറിയിരുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന CK ചന്ദ്രന്റെ മൊഴിയാണ്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരുന്നത് താൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന സമയത്ത് തനിക്കാണ് കരുവന്നൂർ ബാങ്കിന്റെ ചുമതല പാർട്ടി നൽകിയിരുന്നത്. അവിടെ ഈ ബിനാമി വായ്പകൾ അനുവദിച്ചിരുന്നതൊക്കെ തന്നെ ജില്ലാ കമ്മിറ്റിയുടെ അറിവോട് കൂടിയാണെന്നുള്ളതാണ്. ഇതിന് കെ രാധാകൃഷ്ണൻ മറുപടി നൽകിയിരുന്നത് CK ചന്ദ്രൻ
ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അസുഖബാധിതനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അധിക ചുമതല നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് കെ രാധാകൃഷ്ണൻ ഇഡിയോട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ടുകൾ ഇല്ല എന്നുള്ള കാര്യവും അദ്ദേഹം മൊഴിയായി നൽകിയിരിക്കുന്നത്. എന്തായാലും കെ രാധാകൃഷ്ണന്റെ മൊഴി കൂടി ലഭിച്ച സാഹചര്യത്തിൽ വേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. നേരത്തെ കെ രാധാകൃഷ്ണന്റെ മൊഴി ഇല്ലാതെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത് പ്രശ്നങ്ങളുണ്ട്, നിയമപ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമോപദേശമാണ് ഇഡിക്ക് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം തന്നെ കേസിൽ അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് ഇഡി പറയുന്നത്. ശരി, എസ് എസ് ശരണും ജേസൺ ചാമാളപ്പിലുമാണ് വിവരങ്ങൾ നൽകിയത്.